ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ആക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് റാഗി പുട്ടാണ് ആക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ കുറച്ചൊരു വേരിയേഷൻ ഉണ്ട്, കുറച്ചും കൂടി ടേസ്റ്റി വേർഷനാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റാഗി പൗഡറാണ്. ഇത് ഡയറക്റ്റ്ലി വാങ്ങിയതല്ല, നമ്മൾ റാഗി വാങ്ങിയിട്ട് കഴുകി ഉണക്കിയിട്ട് പൊടിച്ചിട്ട് അത് നമ്മൾ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ഓക്കെ, റോസ്റ്റ് ചെയ്തിട്ട് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് ഇത് സൂക്ഷിച്ച് വെക്കാം. ഇതിനോട് വ്യത്യസ്തമായ സാധനങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് റാഗി പൗഡർ വാങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ ഇവിടെ നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ ശകലം നെയ്യ് മതി. പിന്നെ തേങ്ങ ചിരവിയതും, ഒരു കഷ്ണം വെല്ലം അല്ലെങ്കിൽ ശർക്കരയും എടുക്കാം, കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം. വളരെ കുറച്ച് വെള്ളമേ വേണ്ടൂ. ഇതിൽ കാണിക്കുന്ന അത്രയൊന്നും വേണ്ട കേട്ടോ, ഒരു 2-3 സ്പൂൺ വെള്ളം മതിയാവും റാഗി നമുക്ക് നനക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് റാഗി പുട്ട് തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു ബൗൾ എടുക്കുകയാണ്. ഈ ബൗളിനകത്തേക്ക് നമുക്ക് ഫസ്റ്റ് റാഗി ഒന്ന് അളന്നെടുക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരാൾക്ക് വേണ്ടിയുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ തവിയിൽ 2 തവി ഇത് റാഗി പൊടി നമുക്ക് മതിയാവും. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു 1½ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അളവ് നോക്കിയിട്ട് വീണ്ടും അത് 2 സ്പൂണായിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര മതിയാവും. ഇതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി ഉപ്പിടണം. ഓക്കെ, വളരെ ശകലം വേണ്ടു, നമ്മൾ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് നമുക്കൊരു പിഞ്ച് ഉപ്പ് മതിയാവും. അതിനുശേഷം നമ്മളിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കുറച്ച് ശർക്കരയാണ് ഇടേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഇത് കുഴക്കുമ്പം തന്നെ ഇച്ചിരി തേങ്ങ ഇടണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. പിന്നെ ഇത് നെയ്യ് ഞാൻ ഫ്രീസറിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായി നിൽക്കുന്നത്. ജസ്റ്റ് ഒരു 1/4 സ്പൂൺ നെയ്യ്, അതുപോലെ ശർക്കര ഒന്ന് ചിരവിയിട്ട് അല്ലെങ്കിൽ വെല്ലം ചിരവിയിട്ട് എടുക്കുക. അപ്പോൾ ഒത്തിരി മധുരമൊന്നും വേണ്ട, ബട്ട് ഒരു ചെറിയൊരു മധുരം ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം തേങ്ങയിലും വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതുപോലെ നെയ്യിൻ്റെ ആ നനവ്, ഇതൊക്കെ കൂടി തന്നെ റാഗി ഫസ്റ്റ് ഒന്ന് നല്ല മിക്സ് ചെയ്യുമ്പോൾ ഒരു നനവ് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ശകലം വെള്ളം എടുത്തിട്ട് ഇതുപോലെ വിരൽ വെച്ച് നമ്മളിങ്ങനെ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ശർക്കരയൊക്കെ ഒന്ന് മിക്സ് ആയില്ലെങ്കിൽ അതും ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം സാധാരണ അരി പുട്ട് ചെയ്യുന്ന പോലെ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത്, കാരണം ഇതൊരു ബാറ്റർ ഫോമിലായിപ്പോവും. പിന്നെ നമ്മൾ വീണ്ടും പൊടിയൊക്കെ ആഡ് ചെയ്ത് അത് ശരിയാവില്ല. അപ്പം നമ്മൾ നല്ലപോലെ ഇതുപോലെ വിരൽ വെച്ച് ഇങ്ങനെ തിരുമ്മി നോക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഒരുപാട് നനഞ്ഞിട്ടും വേണ്ട, ഇങ്ങനെ ഒരു ഏകദേശം ഡ്രൈ ഫോമിൽ തന്നെയാണ് നമ്മളിത് ആക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ പുട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പിലുള്ള അച്ചാണ്. ഇതാകുമ്പോൾ കറക്റ്റ് ഒരാൾക്കുള്ള അളവ് നമുക്ക് എടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് കുറച്ച് അധികം തേങ്ങ ചിരവിയതിടണം. ഇത് നമ്മൾ സാധാരണ പുട്ടിനേക്കാളും കുറച്ചും കൂടി തേങ്ങേൻ്റെ ക്വാണ്ടിറ്റി നമ്മളിവിടെ അധികം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം ആക്കി വെച്ച ഈ പുട്ടിൻ്റെ റാഗിൻ്റെ പൊടി നമ്മളിതിലേക്ക് മാറ്റിയിട്ട് സാധാരണ പുട്ട് ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയെല്ലാ പ്രോസസ്സ് സെയിമാണ്. കുറച്ചധികം തേങ്ങ നമ്മൾ മുകളിലും ഇങ്ങനെ ആക്കി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിത് ഒരു കുക്കറിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്, സാധാരണ നമ്മൾ പുട്ട് ചെയ്യുന്ന പോലെ തന്നെ. അപ്പം നമുക്ക് സാധാരണ പുട്ടിന് നമുക്ക് 3 to 4 മിനിറ്റ്സ് ആണെങ്കിൽ ഇതിന് നമുക്ക് 6 to 7 മിനിറ്റ്സ് സമയം വേണം. മില്ലറ്റ് അല്ലേ, അപ്പോൾ ഇത് വേവാൻ കുറച്ച് വേവ് അധികമാണ് ഇതിന്. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് ഇതാ നല്ല പുട്ട് ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു ചെറു മധുരവും ചെറിയൊരു നെയ്യിൻ്റെ ആ ടേസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് റാഗി ഇഷ്ടമില്ലാത്തവർ പോലും നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും. അപ്പോൾ റാഗി പുട്ട് ആക്കിയപ്പോൾ എനിക്ക് അതിനൊന്നിച്ചൊരു ചായ ആക്കിയാലോ തോന്നി. അപ്പോൾ ചായയിൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, ഞാൻ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടറും വെള്ളവും പാലും എടുത്തിട്ട് സാധാരണ ആക്കുന്ന പോലെ പൊടിയിട്ടിട്ട് നമ്മൾ ഒരു ചായ ആക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനെ ആക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു നല്ല കോമ്പിനേഷനാണ് റാഗി പുട്ടും ചായയും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ, കമൻസിൽ അറിയിക്കണം. ബൈ ബൈ.